ശ്രീ സിബി സത്യൻ, ഇവിടെ ഈ ഓപ്പറേഷൻ സിന്ദൂരിൻ്റെ സമയത്താകട്ടെ ഇപ്പോഴാകട്ടെ കോൺഗ്രസിൻ്റെ നിലപാട് ദേശീയ താല്പര്യത്തിന് എതിരെ ആണെന്നുള്ള വിമർശനമാണ് BJP ഉന്നയിക്കുന്നത്. ഇവിടെയും ഈ ഇങ്ങനെ അഭിനന്ദിക്കുവാൻ മടി കാണിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് തന്നെ വരികയാണ്. ശശി തരൂർ പക്ഷേ അഭിനന്ദിച്ചിട്ടുമുണ്ട്. ഓപ്പറേഷൻ സിന്ദൂരിൻ്റെ സമയത്ത് കോൺഗ്രസിൻ്റെ പാകിസ്ഥാൻ്റെ നാവാണ് കോൺഗ്രസ് എന്ന് പറയുവാൻ ഉപയോഗിച്ചിരുന്നത് പാകിസ്ഥാനിലെ മാധ്യമങ്ങളും പാകിസ്ഥാനിലെ നേതാക്കളും കോൺഗ്രസും ഇന്ത്യ സഖ്യവും എന്താണോ ഇന്ത്യയിൽ പറയുന്നത് അക്കാര്യം അവിടെ പ്രചരിപ്പിച്ചിരുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടിനെതിരെയാണ് ഇവിടെ കോൺഗ്രസിൻ്റെയും ഇന്ത്യ സഖ്യത്തിൻ്റെയും നിലപാട്. അത് പാകിസ്ഥാൻ അനുകൂലമായി തന്നെയാണ്. അപ്പോൾ പാകിസ്ഥാൻ പറയുന്നത് ശരിയാണ് എന്ന രീതിയിൽ ഇവിടെയും അങ്ങനെ തന്നെയാണ്. ഇന്ത്യൻ ടീമിന് സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഇല്ല എന്നത് കോൺഗ്രസിൻ്റെയും ഇന്ത്യ സഖ്യത്തിലെ നേതാക്കളുടെയും നിലപാടാണ്. ഇത് പാകിസ്ഥാൻ്റെ നിലപാടാണ് എന്ന രീതിയിൽ പാകിസ്ഥാൻ അവിടെ പ്രചാരണം നടത്തും. ക്രിക്കറ്റ് രാജ്യങ്ങളിൽ ICCക്ക് മുന്നിൽ അവർ ഇക്കാര്യം ഉന്നയിക്കും. ആ രീതിയിൽ ഡിഫൻസ് എടുക്കും. ഇതാണൊരു പ്രശ്നമായി വന്നിരിക്കുന്നത്. അതാണ് രാഹുൽ ഗാന്ധി അസീം മുനീറിൻ്റെ ചങ്ങാതിയാണ്, പാക് സൈനിക മേധാവിയുടെ ചങ്ങാതിയാണ് എന്ന രീതിയിലുള്ള വിമർശനം ഉന്നയിക്കുന്നത് BJP. മഞ്ജുഷ, ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞിട്ട് അധികം വൈകാതെ പാക് പ്രധാനമന്ത്രി മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്യുകയുണ്ടായി. അഭിസംബോധന ചെയ്തിട്ട് പാക് പ്രധാനമന്ത്രി ലോകത്തോട് പറഞ്ഞത്, ഞങ്ങൾക്ക് വ്യാപകമായ നാശനഷ്ടമുണ്ടായി, ഞങ്ങളുടെ റൺവേകളും ഞങ്ങളുടെ വിമാനത്താവളങ്ങളും ആക്രമിക്കപ്പെട്ടു, ഞങ്ങളുടെ വിമാനങ്ങൾ നഷ്ടപ്പെട്ടു, ഞങ്ങൾക്ക് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടായി എന്നാണ്. അതിനർത്ഥം ഈ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇന്ത്യയുടെ ആളാണ് എന്നാണോ? ഇന്ത്യയുടെ ചാരനാണ്, അതുകൊണ്ടാണ് പാകിസ്ഥാനെതിരെ അദ്ദേഹം ഈ പ്രസ്താവന നടത്തിയത് എന്നാണോ? ഒരു ചെറിയ സംശയം കൊണ്ട് ചോദിക്കുകയാണ്. കാരണം ഈ പറയുന്ന BJPയുടെ ലോജിക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത്രയും നഷ്ടമുണ്ടായി എന്ന് തുറന്നു പറഞ്ഞ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇന്ത്യയുടെ ആളും നരേന്ദ്രമോദിയുടെ അനുയായിയുമായിട്ട് വേണമല്ലോ നമ്മൾ ചിത്രീകരിക്കാൻ. പാകിസ്ഥാൻ അദ്ദേഹത്തെ അങ്ങനെ ചിത്രീകരിച്ചതായിട്ട് ഞാൻ കേട്ടില്ല. യുദ്ധവിമാനങ്ങളെ കുറിച്ചും പറയുകയുണ്ടായി. അത് തന്നെ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഇവിടെ ഇന്ത്യക്ക് നഷ്ടമായ യുദ്ധവിമാനങ്ങളെ കുറിച്ച് അദ്ദേഹം പറയുണ്ടായി, അവർക്കുണ്ടായ നഷ്ടത്തെ പറ്റിയും പറയുണ്ടായി. പക്ഷേ ഇന്ത്യൻ സർക്കാർ, ജനാധിപത്യ ഇന്ത്യൻ സർക്കാർ ഇന്ത്യക്ക് എന്തെല്ലാം നഷ്ടമുണ്ടായി എന്നുള്ളതിനെ കുറിച്ച് പരിപൂർണമായിട്ടും മറച്ചു വെക്കുകയാണ് ഉണ്ടായത്. ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ ഒരു യുദ്ധം നടന്നാൽ അപ്പുറവും ഇപ്പുറവും നഷ്ടം ഉണ്ടാവും. ആ നഷ്ടം ഉണ്ടാകുന്നത് തുറന്നു പറയണം. കാരണം ജനങ്ങളുടെ പൈസയാണ്, ജനങ്ങളുടെ പണമാണ്, ജനങ്ങളുടെ അഭിമാനമാണ്. അപ്പൊ അത് പറയുന്നതിനകത്ത് യാതൊരു തെറ്റുമില്ല. അതിന് പകരം ഒരു ഇലക്ഷന്റെ റിസൾട്ട് മാറ്റിമറിക്കാൻ വേണ്ടിയിട്ട് അതിനെ മറച്ചു വെക്കുന്നു, അല്ലെങ്കിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് യുദ്ധത്തിന്റെ അവസാന ഗതിവിഗതികളെ മറച്ചു വെക്കുന്നു എന്നൊക്കെ പറയുന്നത് ഈ ഒരു രാജ്യസ്നേഹവും തെരഞ്ഞെടുപ്പും തമ്മിൽ യാതൊരു തരത്തിലും യോജിക്കാത്ത രണ്ട് വസ്തുതകളാണ്. അതിനെ പരസ്പരം ബന്ധിപ്പിക്കാനുള്ള ശ്രമമാണ്. അത് മര്യാദയല്ല. പിന്നെ രണ്ടാമത്തെ കേസ്, രാജ്യസ്നേഹമില്ല എന്ന് BJP പറയുന്നു. അദ്ദേഹം ഏഷ്യ കപ്പ് ആരാണ് രാജ്യസ്നേഹം നിശ്ചയിക്കുന്നത്? അമിത് മാളവിയാണോ? BJPയുടെ IT സെൽ മേധാവിയായ അമിത് മാളവിയാണോ ഇന്ത്യയുടെ രാജ്യസ്നേഹത്തിന്റെ അളവ് നിശ്ചയിക്കുന്ന ആൾ? അദ്ദേഹമാണോ അതിന്റെ അതിർവരമ്പ് നിശ്ചയിക്കുന്നത്? അദ്ദേഹം ഈ പറഞ്ഞ രാജ്യസ്നേഹം ഉണ്ടെങ്കിൽ ആദ്യം ഇന്ത്യ ചെയ്യേണ്ടിയിരുന്നത് ഏഷ്യ കപ്പിൽ പാകിസ്ഥാനെതിരെ കളിക്കില്ലെന്ന് പ്രഖ്യാപിക്കണമായിരുന്നു. എന്തുകൊണ്ട് പ്രഖ്യാപിച്ചില്ല? 170 മില്യന്റെ ടെലികാസ്റ്റ് റൈറ്റ് ആണ് സോണിയുടേത്. ഇന്ത്യ കളിച്ചില്ലെങ്കിൽ അത് പൊട്ടും. മനസ്സിലായോ? അപ്പൊ മുഴുവൻ സാമ്പത്തിക താല്പര്യവും സംരക്ഷിച്ചുകൊണ്ട് ഒരു രാജ്യം, ഇന്ത്യ ആക്രമിക്കപ്പെട്ടു, പഹൽഗാമിൽ ഇന്ത്യൻ ടൂറിസ്റ്റുകൾ കൊല ചെയ്യപ്പെട്ടു, പാകിസ്ഥാനാണ് ചെയ്തത്. പാകിസ്ഥാനോട് യുദ്ധമുണ്ടായിട്ട് അവരുമായിട്ട് ശത്രുത നിലനിൽക്കുന്നുണ്ടെങ്കിൽ അവരുമായിട്ട് പിന്നെ എന്തിനാണ് കളിക്കാൻ പോകുന്നത്? വെടിയുണ്ട കൊണ്ടും ബാറ്റ് കൊണ്ടും ഒരേ കളിയല്ല കളിക്കുന്നത്. ബോംബുകൾ കൊണ്ടും പീരങ്കികൾ കൊണ്ടും കളിക്കുന്ന കളിയല്ല ക്രിക്കറ്റ് പിച്ചിൽ കളിക്കുന്നത്. ക്രിക്കറ്റ് പിച്ചിൽ നടക്കുന്ന വിനോദമാണ്. നിങ്ങൾക്ക് ഒരേ സമയം യുദ്ധവും ഒരേ സമയം വിനോദവും പറ്റില്ല. നിങ്ങൾക്ക് യുദ്ധമാണെങ്കിൽ നിങ്ങൾ യുദ്ധത്തിലായിരിക്കണം, നിങ്ങൾ വിനോദത്തിലാണെങ്കിൽ നിങ്ങൾ വിനോദത്തിലായിരിക്കണം. അല്ലാതെ യുദ്ധവും വിനോദവും നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ പട്ടാളക്കാരെ, ഇന്ത്യയുടെ ഈ അതിർത്തി കാക്കുന്ന പട്ടാളക്കാരെ പരിഹസിക്കുകയല്ലേ? നിങ്ങൾ ഒരേ സമയം തന്നെ അവരോട് യുദ്ധം ചെയ്തു, നിങ്ങളുടെ ധീരസൈനികരുടെ ജീവൻ അപകടത്തിലാക്കുന്നു, അവർ മരിക്കുന്നു. അതേസമയം തന്നെ നിങ്ങൾ മറുവശത്ത് അവരോട് കളിക്കുന്നു. ഇതെന്ത് തമാശയാണോ? ഇതെന്ത് രാജ്യസ്നേഹമാണ്? ഒരു പ്രത്യേകതരം രാജ്യസ്നേഹമാണോ? അമേരിക്കയും റഷ്യയും തമ്മിൽ ശീതയുദ്ധ കാലത്ത് റഷ്യയിൽ ഒളിമ്പിക്സ് വന്നപ്പോൾ അമേരിക്ക ബഹിഷ്കരിച്ചിട്ടുണ്ട്, അമേരിക്കയിൽ ഒളിമ്പിക്സ് വന്നപ്പോൾ റഷ്യ ബഹിഷ്കരിച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോ കാലത്തും ശത്രു രാജ്യങ്ങളിൽ ഒളിമ്പിക്സ് നടക്കുമ്പോൾ അവരുമായിട്ട് എതിർപ്പുള്ള രാജ്യങ്ങൾ, അവരുമായിട്ട് രാജ്യങ്ങൾ ബഹിഷ്കരിച്ചിട്ടുണ്ട്. അതാണ് ചരിത്രം. അങ്ങനെ നിങ്ങൾക്ക് ശത്രുത ഉണ്ടെങ്കിൽ നിങ്ങൾ ബഹിഷ്കരിക്കുകയാണ് വേണ്ടത്. അല്ലാതെ ഈ പറഞ്ഞതുപോലെ അവിടെ കാലിനെ വിട്ടിട്ട് ഒരേ സമയം യുദ്ധവും ഒരേ സമയം വെടിയുണ്ട കൊണ്ട് ഒരേ സമയം ബാറ്റ് കൊണ്ട് കളിക്കുന്ന എന്ത് കളിയാണ്? എന്ത് രാജ്യസ്നേഹമാണിത്? എനിക്ക് മനസ്സിലാവുന്നില്ല. അതുപോലെ തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറയാണ്, ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്ന് പറയുന്ന സാധനം, ഒരു വിനോദം, ഒരു കളി എന്ന് പറയുന്നത് രാജ്യത്തിന്റെ അഭിമാനം ഉണ്ടാകുന്ന സാധനമാണ്. അത് യുദ്ധമല്ല. യുദ്ധമാണെങ്കിൽ അത് തോക്കുകൊണ്ടും പീരങ്കികൾ കൊണ്ടുമാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഈ പറഞ്ഞതുപോലെ
ഇന്ത്യ ഗവൺമെന്റിന്റെ വളരെ പരാജയപ്പെട്ട ഒരു ഫോറിൻ ഡിപ്ലോമസിയുടെ ഭാഗമായിട്ട് പോകും. അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ക്രിക്കറ്റിനെ ഉപയോഗിക്കാൻ പാടില്ല. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഓപ്പറേഷൻ സിന്ദൂർ നടക്കുമ്പോൾ 2.4 ബില്യൺ ഡോളറിന്റെ ധനസഹായമാണ് IMF പാകിസ്ഥാന് നൽകിയത്. എന്തുകൊണ്ട് ഇന്ത്യക്ക് തടയാൻ പറ്റിയില്ല? നിങ്ങൾ ഈ പറയുന്ന പാകിസ്ഥാൻ ഏറ്റവും വലിയ ടെററിസ്റ്റ് കൺട്രി ആണെന്നാണ് നമ്മൾ പറയുന്നത്. പാകിസ്ഥാൻ ഈ ടെററിസ്റ്റ് കൺട്രി, പാകിസ്ഥാൻ 2.4 ബില്യൺ IMF-ന്റെ ധനസഹായം കിട്ടിയാൽ അതിനകത്ത് ഒരു 20% ഭീകര പ്രവർത്തനത്തിലേക്ക് ഒഴുകിയാൽ അത് ഏറ്റവും വലിയ അപകടം ഉണ്ടാകുന്ന ഇന്ത്യക്കായിരുന്നില്ലേ? എന്നിട്ട് എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ ഈ പറഞ്ഞ പാടിപ്പുകഴ്ത്തപ്പെട്ട വിദേശകാര്യ നയത്തിനെ തടയാൻ കഴിഞ്ഞില്ല? ഇനി രണ്ടാമത്തത്, UN-ന്റെ കീഴിലുള്ള കൗണ്ടർ ടെററിസം കമ്മിറ്റിയിൽ വൈസ് ചെയർപേഴ്സൺ സ്ഥാനം പാകിസ്ഥാനാണ്. അതെങ്ങനെ സംഭവിച്ചു? എന്തുകൊണ്ട് ഇന്ത്യക്ക് തടുക്കാനായില്ല? അപ്പൊ ഇന്ത്യയുടെ വിദേശ നയം എവിടെയാണ് നിൽക്കുന്നത്? ഇന്ത്യയുടെ വിദേശ നയത്തിൽ ഇത്രയും ഭീകര വാഴ്ച നടത്തുന്ന, ഇത്രയും ഭീകരരെ അതിർത്തി കടത്തിവിട്ട് ഇന്ത്യയിൽ അരാജകത്വം സൃഷ്ടിക്കുന്ന പാകിസ്ഥാനെ ഒരു തരത്തിലും തടയാൻ പറ്റാത്ത രീതിയിൽ, ഒരു തരത്തിലും അതിന്റെ വിദേശ നയത്തിൽ തടയാൻ പറ്റാത്ത രീതിയിൽ പരാജയപ്പെട്ട ഒരു വിദേശ നയവുമായിട്ട് നിന്നിട്ട് നമ്മളൊരു 2020 ക്രിക്കറ്റ് കളിച്ച് എന്ത് കഥയാണ് ഈ കാട്ടിക്കൂട്ടുന്നത്? നമ്മളുടെ പരാജയങ്ങൾക്കെല്ലാം പകരം ഇതുപോലെ ഒരു ഗെയിമിനെ എടുത്ത് ഉയർത്തിക്കാട്ടി ഇതാണ് രാജ്യസ്നേഹമെന്നും ഇതാണ് സംഭവം എന്നും പറയുന്ന വെറുതെ ഒരു ഹിറ്റ്ലേറിയൻ സംഭവം സൃഷ്ടിക്കുകയല്ലേ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഹിറ്റ്ലറിന്റെ ഭരണകാലത്ത് ഗീബൽസ് നടത്തിയ സമാനമായ കാര്യങ്ങളല്ലേ ഇപ്പൊ നടക്കുന്നത്? എന്തെല്ലാം വ്യാജമായ രാജ്യസ്നേഹ സംഭവങ്ങളാണ് നടക്കുന്നത്. ഈ രാജ്യസ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഇതുപോലുള്ള സംഭവങ്ങളാണ് നടക്കേണ്ടിയിരുന്നത്. ഇന്ത്യയുടെ പട്ടാളക്കാർക്ക് ജീവന് വില കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ക്രിക്കറ്റ് കളിയിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു വേണ്ടത്. അല്ലാതെ നമ്മൾ പോയി ക്രിക്കറ്റ് കളിച്ച് തിരിച്ച് പിന്നെ രണ്ടാമത് ക്രിക്കറ്റ് കളിക്കുകയാണെങ്കിൽ ഞാൻ ഇപ്പോഴും പറയുന്നു, ക്രിക്കറ്റായി കളിക്കണം, ഫുട്ബോളായി കളിക്കണം. ഫുട്ബോളിലെ ലോകത്തിലെ ഏറ്റവും വലിയ 2 എതിരാളികൾ ഏതൊക്കെയാ? ബ്രസീലും അർജന്റീനയാണ്. അവർ തമ്മിൽ കളിക്കാണ് ഏറ്റവും കൂടുതൽ കാഴ്ചക്കാരുള്ളത്. അവർ തമ്മിലുള്ള കളിക്കാണ് ഏറ്റവും വലിയ സംഭവമാകുന്നത്. പക്ഷെ അവർ തമ്മിൽ യുദ്ധവും നടക്കുന്നില്ല. ആ വൈരം എന്ന് പറയുന്നത് മറ്റൊരു തരം വൈരമാണ്. അതുപോലെ തന്നെ ക്രിക്കറ്റിൽ തന്നെ ഇന്ത്യ പാകിസ്ഥാൻ പോലെ തന്നെയാണ് ഇംഗ്ലണ്ട് ഓസ്ട്രേലിയ മത്സരങ്ങൾ ഏറ്റവും കൂടുതൽ ആവേശത്തോടെ കാണികൾ കാണുന്ന ചിര വൈരം എന്ന് നമ്മൾ വിളിക്കുന്ന മത്സരങ്ങളാണ്. അവിടെയും ഈ പറഞ്ഞതുപോലെ യുദ്ധം അല്ല 2 രാജ്യങ്ങൾ തമ്മിൽ. അവരുടെ വൈരം എന്ന് പറയുന്ന ആ പർട്ടിക്കുലർ സ്പോർട്സിന്റെ ഫീൽഡിൽ മാത്രം നിൽക്കുന്ന, അതിന്റെ സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ അങ്ങേയറ്റം നിൽക്കുന്ന ഒരു സാധനമാണ്. അപ്പൊ നിങ്ങൾ ഇവിടെ അതിലെ യുദ്ധത്തിനെ വലിച്ചഴിക്കുകയും വെടിയുണ്ടകളെയും ജവാന്മാരുടെ ജീവനെയൊക്കെ ഇതിനകത്തേക്ക് വലിച്ചഴിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഇതുമാതിരി ഒരു സംഭവത്തിന് അതിവൈകാരികത കൊടുക്കുകയാണ്. ശരി ശരി. ദേശീയതയുടെ പേര്